ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമായതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 10 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഇറാൻ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം വ്യോമ ഗതാഗതത്തെയും ബാധിച്ചു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹോർമുസ് കടലിടുക്കിൽ ഒമാനും ഐക്യരാഷ്ട്രസഭയും ചേർന്ന് തുറന്ന പുതിയ കപ്പൽ പാതയിലൂടെ പോകുകയായിരുന്ന UAE-യുടെ ഇന്ധന ടാങ്കറുകളാണ് ഇറാൻ ആക്രമിച്ചത്. അബ്ഹ, മുബാസ എന്ന് പറയുന്ന 2 ഇന്ധന ടാങ്കറുകൾ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഇതിൽ മുബാസയിൽ 18 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 പേർക്ക് പരിക്കേറ്റു. അൽബഹിയയിൽ 12 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ മരിച്ചു, മറ്റൊരാൾക്ക് പരിക്കേറ്റു. അങ്ങനെ 10 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഒരു ഇന്ത്യക്കാരന് ജീവൻ നഷ്ടമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. പരിക്കേറ്റവർക്കുള്ള ചികിത്സയെല്ലാം ഉറപ്പാക്കുന്നതായി UAE-യിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഹോർമുസിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ്. ഇതോടുകൂടി ഇന്ധന വിലയിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. $85 അടുത്താണ് ക്രൂഡ് ഓയിൽ വില എത്തി നിൽക്കുന്നത്. തെക്കൻ ഇറാനിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം തുടരുന്നുണ്ട്. പലയിടത്തും ആക്രമണം ഉണ്ടായി. ബന്ദർ അബ്ബാസിലൊക്കെ 4 സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ഇതിനൊരു തിരിച്ചടിയാണ് കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ബഹ്റൈനിലെ അമേരിക്കൻ ആയുധ ശേഖരം നശിപ്പിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. കുവൈറ്റിൽ നയതന്ത്ര കാര്യാലയത്തിന് നേരെയും ആക്രമണമുണ്ടായി. സൗദി അറേബ്യയിൽ ഹൂതികൾ, ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികളാണ് ആക്രമണം നടത്തിയത്. സൗദിയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇതേ തുടർന്ന് ഷാർജ, ദുബായ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും അബഹയിലേക്കുള്ള വിമാന സർവീസുകളൊക്കെ തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. ഇന്ന് രാത്രി വലിയ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ ജാഗ്രത ഇപ്പോൾ തുടരുന്നുണ്ട്. രാത്രിയിൽ നാളെയും ഒക്കെ ആക്രമണം തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അമേരിക്ക സുരക്ഷ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ ഈ ഹോർമൂസിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.